ഒരു ദിവസം ദൈവം യോനാപ്രവാചകനോട് നിനവേലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അതിനാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ ദൈവം പറഞ്ഞു കേൾക്കാതെ താർശീശിലേക്ക് കപ്പൽ കയറി. ഇതുകൊണ്ട് ദൈവം കോപിച്ചു ഭയങ്കര കൊടുങ്കാറ്റിനെ വെച്ച് കടൽ ശോഭിച്ചു, കപ്പലിൽ മുങ്ങി മറിഞ്ഞു. യാത്രക്കാരൊക്കെ പേടിച്ച് അവരോട് ദൈവനോട് പ്രാർത്ഥിച്ചു. അന്നേരം അവർ കുറി വിട്ടപ്പോ അവർക്ക് യോനാപ്രവാചകന്റെ പേരാണ് കിട്ടിയത്. അവർ യോനാപ്രവാചകനെ എടുത്ത് വലിച്ച് കടലിലേക്ക് എറിഞ്ഞു. കടലിൽ പോയ യോനാനെ നീലത്തിനകത്തിനേച്ച് 3 പകലും 3 രാത്രി ആ മത്സ്യത്തിന് ഉദരത്തിൽ കഴിഞ്ഞു. അതിൽ കിടന്ന് പ്രാർത്ഥന കേട്ട ദൈവം മത്സ്യത്തിനോട് കൽപ്പിച്ചു. ആ മത്സ്യം യോനാനെ കരയിലേക്ക് ശാർദിച്ചിട്ട് കരയൊന്ന് യോനാപ്രവാചകൻ പിന്നെ നിലവിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്ന് തന്റെ സത്യദൈവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ദൈവത്തിനെ വിശ്വസിച്ചു. അതിന് കാരണം അവർ സൂര്യനെയും ചന്ദ്രനെയും ഉരുളുകളെയും കല്ലുകളെയൊക്കെ ആരാധിച്ചിരുന്നു. എന്നിട്ട് ഈ യോനാപ്രവാചകൻ തന്റെ സ്വന്തം നാടായ ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? ദൈവത്തെ അനുസരിച്ച